അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 11 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്തായിരുന്നു സന്ദർഭം? ചേതൻ ഭഗത്, അതായത് ഇതിൻ്റെ ഓഥർ തന്നെ, അദ്ദേഹത്തിനുണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു രചന ആരംഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന സൊമാറ്റോ ബോയിയുമായിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു ഡിസ്കഷനാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ക്ലാസ് ഡിഫറൻസ് എന്തൊക്കെയാണ്, എത്ര തരം ക്ലാസ്സുകളുണ്ട്, ആ ക്ലാസ്സുകൾക്കിടയിലുള്ള അയൺ ബാരിയേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് തകർത്ത് നമ്മൾ ക്ലാസ് ജമ്പ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്, അതായത് 11 നിയമങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ നിയമമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നിയമമായിട്ട് ഇവിടെ പറയുന്നത് നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ് എന്നുള്ള പോയിന്റാണ് പറയുന്നത്. നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ആദ്യം തന്നെ ഞാനത് പറയാം. നമ്മൾ ധാരാളം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടത്. അപ്പോൾ ഒരു മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യിക്കാനുള്ള പവർഫുൾ ആയിട്ടുള്ള 11 ടൂൾസ് ആണ് ഈ പുസ്തകം മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് എന്താണ്? നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ് എന്നുള്ള പോയിന്റാണ്. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു പോയിന്റിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം? ഇപ്പൊ പോയ തലമുറ എടുത്ത് നോക്കുക. പോയ തലമുറ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. എന്താ അത്? ആ കാലത്തും എലീറ്റ് ക്ലാസ് ഉണ്ട്, അതുപോലെ അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്, ഏറ്റവും താഴെയായിട്ട് ആരുണ്ട്? വർക്കിംഗ് ക്ലാസ്സും ഉണ്ട്. അപ്പം എല്ലാ കാലത്തും ഇവരെല്ലായിടത്തും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പഴയകാല എലീറ്റുകൾ, എലീറ്റ് ക്ലാസ്, പഴയകാല എലീറ്റ് ക്ലാസ്സിലുള്ളവർ, അവരുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അവർക്ക് പണമുണ്ട്. അവർക്ക് എലീറ്റ് ആകുന്നത് എങ്ങനെയാണ്? പണം ഉണ്ടാവണം, പ്രശസ്തി ഉണ്ടാവണം, അതുപോലെ ഇമ്മൻസ്ലി റിച്ച് ആയിരിക്കണം. ഈ 3 ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു എലീറ്റ് ക്ലാസ്സിനെ നിശ്ചയിക്കുന്നത്. അപ്പോൾ പഴയ തലമുറയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പഴയ ഫിലിം സ്റ്റാർസിനെയൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെയുള്ള വലിയ ഫിലിം സ്റ്റാറുകളെ എടുത്ത് നോക്കിയാൽ മതി. ബിസിനസ്സുകാരെ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. പക്ഷേ ഫിലിം സ്റ്റാർ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റീച്ചബിൾ, അവരുടെ ലൈഫ്, പേഴ്സണൽ ലൈഫിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കും. അത് ഏറെക്കുറെ ഒരു ഓപ്പൺ ബുക്കാണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവരുടെ ഹെൽത്ത് അവരുടെ മിഡിൽ ഏജിൽ തന്നെ ഡിറ്റീരിയറേറ്റ് പോയി. അത് പല തരത്തിലാണ്. ചിലർ ആൽക്കഹോളിക് ആയിപ്പോയി, ചിലർ പുവർ ഡയറ്റ് കാരണം അവർക്ക് പല തരത്തിലുള്ള രോഗങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് നേരിടേണ്ടി വന്നു. ഇന്നത്തെ അവയർനെസ് ഒന്നും അന്നത്തെ എലീറ്റ് ക്ലാസ്സിന് ഇല്ലായിരുന്നു. അപ്പോൾ അവർ എലീറ്റ് ക്ലാസ്സിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഫിസിക്ക് എന്ന് പറയുന്നത് അത്ര എലീറ്റ് ആയിരുന്നില്ല. കഴിഞ്ഞ തലമുറയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നമ്മുടെ പഴയകാല പല ഫിലിം സ്റ്റാറുകളും, പ്രത്യേകിച്ച് അതിൽ മെയിലാണ്, പുരുഷന്മാർ വളരെ പെട്ടെന്ന് തന്നെ പലവിധ രോഗങ്ങൾക്ക് കീഴടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പോലെ ആരോഗ്യത്തെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലാത്തൊരു ജനറേഷനാണ് കഴിഞ്ഞു പോയത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എലീറ്റ് ക്ലാസ്സിലായാലും മിഡിൽ ക്ലാസ്സിലായാലും ആരോഗ്യത്തെക്കുറിച്ച് അവർ വളരെയധികം അവെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ജെൻസി ആയാലും ശരി, ഇപ്പോഴത്തെ 30-40s നിൽക്കുന്നവരായാലും ശരി, ആരോഗ്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ്. സ്റ്റിൽ അതൊരു അത്ര വലിയൊരു നമ്പറുകളല്ല, അത് ഞാൻ സമ്മതിക്കാം. ആരോഗ്യത്തെക്കുറിച്ച് അവയർനെസ് ഉള്ളവർ വളരെ, മൊത്തം ടോട്ടൽ എണ്ണം എടുത്ത് നോക്കുമ്പോൾ അധികമൊന്നുമില്ല. അങ്ങനെ അവയർനെസ് ഉള്ളവരിൽ തന്നെ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടു നടക്കുന്നവർ പിന്നെയും കുറയും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റൂള് അവർ വളരെ ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന്. നമ്മൾ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കാര്യം നമ്മൾ ഒരു പുസ്തകം തന്നെ അതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നു. ക്രിസ് ബീറ്റ് ക്യാൻസർ എന്ന് പറയുന്ന പുസ്തകം തന്നെ നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നു.
ഇന്ന് നമുക്ക് അതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ റൂളിലൂടെ നമുക്ക് കടന്നു പോകാം. അത് മറ്റാരുടേതുമല്ല, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു എലീറ്റ് ക്ലാസ് ആയിട്ടുള്ള അക്ഷയ് കുമാർ എന്ന് പറയുന്ന ഒരു ഫിലിം സ്റ്റാറിൻ്റെ ലൈഫാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ലൈഫ് പരിചയപ്പെടുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഹാബിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അക്ഷയ് കുമാർ ഒരു എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ലോകത്തെ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും എല്ലാ തരത്തിലുള്ള രീതിവിധാനങ്ങളും അദ്ദേഹത്തിന്റെ റീച്ചിനുള്ളിലാണ്. ഇത്രയൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആണെങ്കിലും, ഇത്രയൊക്കെ റീച്ച് ഉണ്ടെങ്കിലും, ഇത്രയൊക്കെ ഇമ്മൻസ്ലി ബില്യനെയർ ആണെങ്കിലും, അക്ഷയ് കുമാർ ഇന്നും ഫോളോ ചെയ്യുന്നത് ക്ലാസിക് ആയിട്ടുള്ള ചില ഹെൽത്ത് റൂൾസ് ആൻഡ് ഹാബിറ്റ്സ് മാത്രമാണ്. പക്ഷെ അത് അദ്ദേഹം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അക്ഷയ് കുമാറിന് 57 വയസ്സാണ് പ്രായം. അക്ഷയ് കുമാറിന്റെ വീഡിയോസ് നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, അദ്ദേഹം ഇപ്പോഴും ആ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റിലാണ് അദ്ദേഹത്തിന്റെ ഫിസിക്ക് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അത് വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡിയും അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ജിംനേഷ്യത്തിലൊക്കെ പോയി മെഷീൻ സഹായത്തോടു കൂടി ബിൽഡ് ചെയ്തെടുക്കുന്ന, പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചെടുക്കുന്ന ഒരു ശരീരത്തിൽ നിന്ന് ഏറെ വ്യത്യാസമുണ്ട് അക്ഷയ് കുമാറിന്റെ ശരീരത്തിന്. എന്താണ് അക്ഷയ് കുമാറിന്റെ ഫിറ്റ്നസ് സീക്രട്ട് എന്ന് അദ്ദേഹം തന്നെ പലതവണ പല സ്ഥലങ്ങളിലും റിവീൽ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അദ്ദേഹം വളരെ നേരത്തെ ഉറങ്ങാൻ പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിഷ്കർഷം. അദ്ദേഹം ഒരു 9:30 കിടക്കും എന്നാണ് പറയുന്നത്. 10 മണിക്കപ്പുറം പോകാറില്ല. അദ്ദേഹം പാർട്ടികൾക്ക് പോകാറില്ല. പാർട്ടികൾ കഴിവതും ഒഴിവാക്കുകയാണ് പതിവ്. അദ്ദേഹം 10 മണിക്ക് ഉറങ്ങി രാവിലെ 4:30 എഴുന്നേൽക്കും. 10:30 കിടന്ന് 4:30 എഴുന്നേൽക്കുന്ന ഒരു ഹാബിറ്റാണ് അദ്ദേഹത്തിൻ്റെത്. 4:30 എഴുന്നേൽക്കുക എന്നുള്ളതിനകത്തൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 4:30 എഴുന്നേൽക്കുക എന്നുള്ളത് അത്ര സുഖകരമായിട്ടുള്ള ഒരു ആയിക്കൊള്ളണം എന്നില്ല. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു 5:30, 5:45, 6 o'clock എഴുന്നേൽക്കുന്നവരായിരിക്കും ഇരിക്കുന്നതിൽ എല്ലാവരും തന്നെ. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പുറകോട്ട് പോയി ഒരു 5 മണിക്കോ 4:45-നോ 4:30-ക്കോ ഒക്കെ ഉണർന്നു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ടൂർ പോകുന്ന ദിവസമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ടൂർ പോകുന്ന ദിവസം അല്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസത്തിൽ പോലും, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ ആ 6 മണി അല്ലെങ്കിൽ 5:30 അല്ലെങ്കിൽ 5:45 എന്നുള്ളൊരു ഹാബിറ്റ് നമ്മൾ മുറിക്കണം. ബോധപൂർവം നമ്മൾ ആ ചെയിൻ മുറിക്കണം, ബ്രേക്ക് ദ ചെയിൻ. എന്നിട്ട് ഒരു 4:45-നോ 4:30-ക്കോ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് അന്ന് നിങ്ങൾ ഒരുപാട് സമയം നമുക്ക് ലഭിച്ചതുപോലെ നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ആ സമയത്ത് നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാം. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. നമുക്ക് അത് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ടൈമും ആയിരിക്കും, സംശയമൊന്നും വേണ്ട. അതിരാവിലെയുള്ള ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോകും. സബ് കോൺഷ്യസ് തലത്തിലേക്ക് വരെ അത് കയറിപ്പോകും, നമ്മൾ രാവിലെ ചെയ്യുന്ന എന്തും തന്നെ. അപ്പോൾ ഞാൻ പറയണത്, എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് യാന്ത്രികമായി പോകും, മെക്കാനിക്കലായി പോകും. എല്ലാ ദിവസവും ചെയ്യാമെങ്കിൽ നല്ലത്, മെക്കാനിക്കലാവാതെ ചെയ്യാമെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ വൺസ് ഇൻ എ വീക്ക് നിങ്ങൾ ഏർലി മോർണിംഗിന് എഴുന്നേൽക്കുക. എഴുന്നേറ്റ് ചില കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുക. അന്നത്തെ ദിവസം മുഴുവൻ അതിൻ്റെ ഒരു ഗ്രേസ് നിങ്ങളെ ഫോളോ ചെയ്യും ഉറപ്പായിട്ടും. ഏർലി മോർണിംഗിനെ വിറ്റ്നസ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. പിന്നെ വളരെ മെഡിറ്റേറ്റീവാണ്. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളല്ലാതെ തന്നെ മെഡിറ്റേറ്റീവ് ആയിരിക്കും ആ ടൈമിൽ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാതെ തന്നെ മെഡിറ്റേറ്റീവ് ആകുന്ന ഒരു ടൈമാണ് ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ കാലത്തെ ആളുകൾ അതിനെ പറയുന്നത് ബ്രാഹ്മമുഹൂർത്തം എന്നൊക്കെ പറയാം, സരസ്വതി യാമം എന്നൊക്കെ. എത്രത്തോളം പുറകോട്ട് പോകുന്നു അതിനനുസരിച്ച് പല പല പേരുകളുമുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത് തന്നെയാണ്. നമ്മൾ വളരെ മെഡിറ്റേറ്റീവ് ആയിരിക്കും. നമ്മൾ അങ്ങേയറ്റം ഡീപ്പായിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കും നമ്മുടെ ബ്രെയിനൊക്കെ ഉണ്ടായിരിക്കുക സ്വാഭാവികമായി തന്നെ. അതിന് നേരത്തെ കിടക്കണം. 12 മണിക്കും 1 മണിക്കും 2 മണിക്കും കിടന്നിട്ട് 4:30-ക്ക് എഴുന്നേൽക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു 6-7 ആ ഒരു ടൈം നിങ്ങൾക്ക് എന്തായാലും ഉറക്കം ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മോർണിംഗ് ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശീലം എന്ന് പറയുന്നത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും.
ത്രൂ ഔട്ട് ദ ഡേ ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ എക്സർസൈസിൽ അദ്ദേഹം ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞു, വെയിറ്റ് ട്രെയിനിങ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അധികം. അദ്ദേഹം ബെയർ ഹാൻഡ് കൊണ്ട് ചെയ്യാവുന്ന എക്സർസൈസുകളാണ് കൂടുതലും ചെയ്യുന്നത്. അദ്ദേഹം പുള്ളപ്പ് ചെയ്യും. അവിടെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ചെന്നാൽ നമുക്ക് കാണാം ബാറുകളാണുള്ളത്. അദ്ദേഹം പുള്ളപ്പ് ചെയ്യും, താഴെ പുഷപ്പ് ചെയ്യും. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന്റെ ഹാൻഡ് എക്സർസൈസ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം, നമുക്കറിയാം, മാർഷ്യൽ ആർട്സ് പഠിച്ച ആളാണ്. തൈക്കൊണ്ടോ ആണെന്ന് തോന്നുന്നു, അതോ മൊയ്തായി ആണെന്നോ, ഇതിലേതോ ഒന്ന് അദ്ദേഹം ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പോൾ അത് അദ്ദേഹം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഫുഡും ഒരു ക്ലാസിക്കൽ ഡയറ്റാണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം പ്രോസസ്ഡ് ഫുഡ് കഴിക്കാറില്ല. അദ്ദേഹം കഴിക്കുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇത് പകുതിയിലേറെ വരും. അദ്ദേഹത്തിന്റെ ഡയറ്റിന്റെ പകുതിയിലേറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരിക്കും. പിന്നെയുള്ള ഹോൾ ഗ്രെയിൻസ് ആയിരിക്കും, അതായത് തവിട് കളയാത്ത ഗ്രെയിൻസ് ആയിരിക്കും. കാർബ് കഴിക്കുകയാണെങ്കിൽ തവിട് കളയാത്ത ഫുൾ ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ് ആയിരിക്കും അദ്ദേഹം കഴിക്കുക. പിന്നെ ലീൻ മീറ്റ് ആണ് അദ്ദേഹം കഴിക്കുക, ലീൻ പ്രോട്ടീൻ ആണ് അദ്ദേഹം കഴിക്കുക. എന്താണ് ലീൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്? ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോട്ടീൻ കിട്ടണം, ഫാറ്റ് കുറവായിരിക്കണം. ഇതാണ് ലീൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഫാറ്റ് കുറവുള്ള, പ്രോട്ടീൻ അധികമുള്ള ഫുഡാണ് അദ്ദേഹം കഴിക്കുക. ഇപ്പം എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ, ഇപ്പം എന്താ പറയുക, എഗ്ഗ് നല്ലൊരു എക്സാമ്പിളാണ്. എഗ്ഗ് വൈറ്റ് നല്ല പ്രോട്ടീനാണ്, അതിനകത്ത് ഫാറ്റ് കുറവാണ്, അതേസമയം പ്രോട്ടീൻ കൂടുതലാണ്. യോഗർട്ട് നല്ലൊരു എക്സാമ്പിളാണ്. പയറുവർഗ്ഗങ്ങൾ നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കും. എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹം ഉപവസിക്കും. തിങ്കളാഴ്ച വ്രതം നോൽക്കുന്ന ഒരാളാണ് അക്ഷയ് കുമാർ. ആഴ്ചയിൽ ഒരിക്കൽ ഉപവാസത്തിൻ്റെയൊക്കെ ഗുണം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉപവാസത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആട്ടോഫാഗി പോലെയുള്ള പ്രോസസ്സുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉപവാസത്തിന് സാധിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും അദ്ദേഹം ഒരു ഏജിങ്ങിലേക്ക് പോകുന്നു, എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പല നർത്തകിമാരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കാറുണ്ട്, ശാസ്ത്രീയമായി ഉപവസിക്കാറുണ്ട്. നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് ഉപവസിക്കും. അതുപോലെ ഉപവാസത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും അത് ലിക്വിഡ് ആദ്യം കഴിച്ചുകൊണ്ടുള്ള, ദഹിക്കാൻ എളുപ്പമുള്ള പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അക്ഷയ് കുമാറിനെ നമ്മളുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യനാക്കുന്ന കാര്യങ്ങൾ. ഏറെക്കുറെ ഇതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഡിന്നർ വളരെ നേരത്തെ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഡിന്നർ കഴിക്കുന്നത് 6:30 or 7 o'clock, അതിനപ്പുറം പോകാറില്ല. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു റൂട്ടീൻ. അപ്പോൾ നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ് എന്നുള്ള ഒരു സെഗ്മെന്റിൽ നമുക്ക് തൽക്കാലം ഇത്രയും മതി. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിത് ധാരാളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ അവസാനം ഈ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ പോയിന്റിൽ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടാണ് ഇത് നമ്മൾ എലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും ഈ പോയിന്റ്. ഇന്ന് നമുക്ക് സെക്കൻഡ് പോയിന്റ് കുറച്ച് നന്നായിട്ട് തന്നെ പരിചയപ്പെടാം. അദ്ദേഹവും നമ്മുടെ ഡെലിവറി ബോയും തമ്മിലുള്ള ഡിസ്കഷൻ തുടരുകയാണ്. ഓരോ ദിവസമാണ് കേട്ടോ, ഒരു ദിവസം ഒരു പോയിന്റ് വെച്ചേ പറയുള്ളൂ. അപ്പം അദ്ദേഹം ഈ പോയിന്റ് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, 29 വയസ്സുള്ള നമ്മുടെ ഡെലിവറി ബോയ് വിരാജ് ശുക്ല എന്ന് പറയുന്ന 29 വയസ്സുള്ള ഡെലിവറി ബോയ്, പക്ഷേ അദ്ദേഹത്തിന് ഏറെ പ്രായം തോന്നിക്കുമായിരുന്നു. അദ്ദേഹം വളരെ ഏജ്ഡ് ആയിട്ട് പോലെ തോന്നിച്ചു. അതുകൊണ്ടാണ് അത് അദ്ദേഹം പുവർ ഹാബിറ്റ്, അദ്ദേഹത്തിൻ്റെ പുവർ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഏജിങ് സംഭവിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം പറയണത് ഡയറ്റ് മാറ്റാനും എക്സർസൈസ് കൊണ്ടുവരാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇയാൾ കൗണ്ടർ ചെയ്യുന്നുണ്ട്. കാര്യം, അങ്ങേ പോലെ എലീറ്റ് ക്ലാസ്സിൽ പെടുന്ന ഒരാൾക്ക് എക്സർസൈസ് ചെയ്യാനൊക്കെ സമയം കിട്ടും. പക്ഷെ എന്നെപ്പോലെ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണത് സാധിക്കുക എന്ന് പറയും. അപ്പം തന്നെ ചേതൻ ശർമ്മ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ മേടിച്ചിട്ട് അതിലെ സ്ക്രീൻ ടൈം നോക്കും. സ്ക്രീൻ ടൈം നോക്കുമ്പോൾ അത് 10 മണിക്കൂറോളം സ്ക്രീൻ ടൈം ഉണ്ട്. 10 മണിക്കൂർ. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും അത് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ 5 മണിക്കൂർ സോഷ്യൽ മീഡിയയിലാണ്, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പറഞ്ഞു 5 മണിക്കൂറാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ജോലിക്കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. ബാക്കി 5 മണിക്കൂർ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കളയുകയാണ്. അപ്പോൾ ഈ 5 മണിക്കൂറിനെ നിങ്ങളത് കുറച്ചിട്ട് അതിൽ നിന്നൊരു 45 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അത് നല്ലൊരു മെൻറ്ററെ കിട്ടി എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വിജയം. നമ്മളുടെ എക്സ്ക്യൂസുകളെ, നമ്മളെ കബളിപ്പിക്കാനും മറ്റേയാളെ കബളിപ്പിക്കാനും വേണ്ടി പറയുന്ന എക്സ്ക്യൂസുകളെ പൊളിക്കാൻ നമ്മൾ അത്ര അടുപ്പമുള്ള, നമ്മളോട് സ്നേഹമുള്ള, നമ്മളോട് കമ്മിറ്റഡ് ആയ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അങ്ങനെ ഒരു മെൻറ്ററെ കിട്ടി എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ വിരാജ് ശുക്ലയ്ക്ക് ലഭിച്ച ഒരു ഭാഗ്യം. അപ്പം അദ്ദേഹം വളരെ എളുപ്പം തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ്.
മൊബൈൽ എടുത്ത് നോക്കിയിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പം സാധിച്ചു. അതാണ് ആ ഒരു പോയിന്റ്. രണ്ടാമത്തെ ദിവസം അവർ ടേക്കപ്പ് ചെയ്തത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ശരീരം ആണ് ആദ്യം നോക്കാൻ പറഞ്ഞത്. ശരീരം കഴിഞ്ഞാൽ, ഇപ്പം വേദാന്തത്തിൽ പോലും പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു നോഷൻ ഞാനൊരു ബോഡിയാണ് എന്നുള്ളതാണ്. ദേഹോഹം എന്നൊരു നോഷനാണ് നമ്മളെ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളത്. അപ്പൊ ആദ്യം ശരീരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അഡ്രസ്സ് ചെയ്യണം. അതിപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കാണ് നമ്മൾ മെഡിറ്റേറ്റീവ് ആക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അടുത്തയിലേക്ക് പോയാൽ മതി. അങ്ങനെയാണ് പല മെത്തഡോളജികളും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അതുപോലെ ആദ്യം ശരീരത്തെയാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ശരീരം ഒന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ശരീരം ഒന്ന് മെരുങ്ങിക്കഴിഞ്ഞാൽ, ശരീരത്തിന്റെ ആ ഒരു ക്രേവിങ്ങുകളെ നമ്മളൊന്ന് കയ്യിൽ ഒതുക്കി കഴിഞ്ഞാൽ, രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് മനസ്സിനെ ആയിരിക്കും എന്നാണ് അല്ലെ? ശരീരം കഴിഞ്ഞാൽ പിന്നെ മനസ്സാണല്ലോ. ആക്ച്വലി മനസ്സെന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടൈമാണ്. മനസ്സ് ഒറ്റ ഒരു പ്രതിഭാസമായിട്ടല്ല നിൽക്കുന്നത്. മനസ്സ് എന്ന് പറയുന്നത് പല ലെയറുകളായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ലെയറുകൾ അതിനകത്തുണ്ട്. അന്ധകരണങ്ങൾ എന്ന് പറയുന്ന ധാരാളം ലെയറുകൾ അതിലുണ്ട്. ഇവിടെ ചേതൻ ഉപയോഗിക്കുന്നത് അതിനെ ഒരു പ്രധാനമായും രണ്ടായിട്ട് അദ്ദേഹം അതിനെ ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. മനസ്സിനെ തന്നെയാണ്. പക്ഷെ മനസ്സെന്ന് പറഞ്ഞിട്ട് നേരിട്ട് പോയി മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനെ നമുക്കൊരു ഏകദേശ ധാരണ വേണം എന്താണ് ഈ മനസ്സ് എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു നല്ല മെത്തേഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മനസ്സെന്താണെന്ന് ഓർത്ത് ഇനി വിഷമിക്കരുത്. മനസ്സിന്റെ ഘടന ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്കതിനെ നമ്മുടെ രീതിയിൽ കൊണ്ടുവരാൻ എളുപ്പമായിരിക്കും. മനസ്സെന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്. രണ്ടായിട്ടാണ് അത് പിരിഞ്ഞു നിൽക്കുന്നത്. ഒരു ഭാഗത്തെ നമുക്ക്, ഇവിടെ ബ്രെയിൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം മൈൻഡിന് പകരം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ബ്രെയിൻ എന്ന് ഉപയോഗിക്കാം. മനസ്സെന്നുള്ളതിനെ ബ്രെയിൻ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് റാഷണൽ ബ്രെയിനും ഇമോഷണൽ ബ്രെയിനും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് വെച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, മാസ്റ്റർ യുവർ ഇമോഷൻ ഫസ്റ്റ്. അപ്പം റാഷണൽ ബ്രെയിൻ ഉണ്ട്, ഇമോഷണൽ ബ്രെയിൻ ഉണ്ട്. നമ്മൾ ഏതിനെയാണ് മാസ്റ്റർ ചെയ്യേണ്ടത്? മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറയുമ്പോൾ എന്തിനെ മാസ്റ്റർ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്? ഒരു സംശയവും വേണ്ട, മാസ്റ്റർ യുവർ ഇമോഷൻ ഫസ്റ്റ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയിലേക്കോ നമ്മുടെ ഇൻ്റലക്റ്റിലേക്കോ നമ്മുടെ നോളജിലേക്കോ നമ്മുടെ വിസ്ഡത്തിലേക്കോ ഒന്നും ആയിരിക്കരുത്. കാര്യം ഇതൊക്കെ നമുക്ക് പിന്നീട് വന്നതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്തതും നമ്മുടെ വളർച്ചയുടെ ഒരു നെക്സ്റ്റ് ഫേസിൽ നമുക്ക് കിട്ടിയതുമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമ്മളുടെ ചിന്ത, നമ്മളുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ആശയങ്ങൾ, ഇതെല്ലാം ആക്ച്വലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണെന്ന് അറിയാമോ? ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഒരു വൈകാരിക ജീവിയാണ്, ഒരു വികാര മനുഷ്യനാണ് നമ്മൾ. ഇമോഷണൽ ബീയിങ് എന്ന് നമ്മുടെ ആത്മാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ അത് നല്ലതാണെങ്കിൽ നമ്മൾ എക്സ്റ്റസിയിലാകും, ഇമോഷൻസ് ഡൗൺ ആണെങ്കിൽ നമ്മളൊരു ഡെവിളുമാകും. നമ്മൾ ഒരേ സമയം ഗോഡും ഡെവിളുമാണ്. ഈ ഗോഡാകുന്നതും ഡെവിളാകുന്നതും ഈ ഇമോഷനാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത്. അദ്ദേഹം അതിനെ രണ്ടായിട്ട് തിരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് റാഷണൽ ബ്രെയിൻ എന്നും മറ്റൊന്ന് ഇമോഷണൽ ബ്രെയിൻ. ഇമോഷണൽ ബ്രെയിനിനെ അദ്ദേഹം മറ്റൊരു പേരിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് പരിചിതമായ പേരാണ് റെപ്റ്റീലിയൻ ബ്രെയിൻ അല്ലെങ്കിൽ ലിസാർഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നുണ്ട്. അത് നമ്മുടെ ലിംബിക് കോർട്ടെക്സ് എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഇമോഷൻസിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ബ്രെയിനിലെ ലിംബിക് കോർട്ടെക്സ് എന്നുള്ള ഭാഗമാണ്. അതാണ് നമ്മുടെ ഡെവലപ്മെന്റിൽ, ബ്രെയിൻ ഡെവലപ്മെന്റിൽ ആദ്യം ഉടലെടുത്ത് വരുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത് ലിംബിക് കോർട്ടെക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമോഷൻസ് ആണ് നമുക്ക് ഫസ്റ്റ്. നമ്മളൊരു കാര്യം പറയുന്നത് അല്ല ശരിക്കുള്ള നമ്മളുടെ റെസ്പോൺസിലാണ് നമ്മളുള്ളത്. ഇതെപ്പോഴും ഓർത്തിരിക്കുക. നമ്മളുടെ ആശയത്തിൽ നമ്മളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മളുടെ എഴുത്തിൽ നമ്മളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആശയത്തിലും എഴുത്തിലും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല എക്സ്പ്രഷൻസിലും നമ്മളുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കുമുള്ളത് എവിടെയാണ്? നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ റെസ്പോൺസാണ്. റെസ്പോൺസില്ല. നമ്മളൊരു സ്റ്റിമുലേഡ് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു പ്രകോപനത്തോടോ അല്ലെങ്കിൽ ഒരു പ്രചോദനത്തോടോ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആ റെസ്പോൺസാണ് നമ്മൾ.
ശരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആവേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്തകൾ റിഫൈൻഡ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരിക്കരുത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഇമോഷൻസിനെയാണ്. മാസ്റ്റർ യുവർ ഇമോഷൻസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയുള്ള കാലത്ത് ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യുന്നവർ ലോകത്ത് മുകളിലേക്ക് വരും. അദ്ദേഹം പറയുന്നുണ്ട്. അത് എല്ലാ സയൻറ്റിസ്റ്റുകളും പറയുന്ന ഒരു കാര്യമാണ്. ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണ് ജസ്റ്റ് കഴിഞ്ഞു പോയതെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇൻ്റലിജൻസ് മാത്രമല്ല, വൈകാരിക ബുദ്ധിയുടെയും കൂടെ, ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെയും കൂടെ കാലമാണ്. അപ്പം ഇമോഷൻസിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരും അങ്ങനെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചവരുമാണ് ഇനി മുമ്പോട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഒരു നല്ലൊരു ആശയം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരു ശരാശരി ഇപ്പോഴത്തെ ജെൻസി ആയാലും ആൽഫ ആയാലും ജനറേഷൻ ആൽഫ ആയാലും അവരുടെയൊക്കെ എന്തിനാ പറയണേ, പിന്നെ പോയകാല വസന്തങ്ങളുടെ ആയാൽ പോലും പോയകാല വസന്തങ്ങളുടെ പോലും അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈവൻ 3 സെക്കൻഡ് എന്നൊക്കെ ഞാൻ കേട്ടു. പോട്ടെ, അപ്പോൾ നമുക്കൊരു സാധാരണ റീലിൻ്റെ ടൈം എടുക്കാം. 30 സെക്കൻഡുകളാണ് ഒരു പരമാവധി ഒരാളുടെ നല്ല അറ്റൻഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അയാൾ അസ്വസ്ഥമായിട്ട് നെക്സ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇത് ഇനി കൂടി വരികയുള്ളൂ, ഇതിന് കുറവുണ്ടാവില്ല. കാര്യം ഫേസ്ബുക്കും ഇൻസ്റ്റയും ത്രെഡും അതും ഇതൊക്കെ ഉള്ള ഒരു സമയത്ത് ഇനി ഒരിക്കലും നമ്മുടെ അറ്റൻഷൻ സ്പാൻ അതിനനുസരിച്ച് ഇനി ബെറ്റർ ആവാൻ വഴിയില്ല. അപ്പം ഇങ്ങനെ 30 സെക്കൻഡ് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരു 30 മിനിറ്റും 1 മണിക്കൂറും 2 മണിക്കൂറും അറ്റ് എ സ്ട്രെച്ച് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ടായി വന്നു കഴിഞ്ഞാൽ അവർ അധികം വൈകാതെ റേസിൽ മുമ്പിലെത്തും. അധികം വൈകാതെ മറ്റുള്ളവരെ അനായാസം ഇവരെന്ത് ചെയ്യും? ഓവർടേക്ക് ചെയ്യും. അറ്റൻഷൻ സ്പാനിൻ്റെ ഒരു കളി. അത് അറ്റൻഷൻ സ്പാൻ എവിടെയാണ്? ശരിക്കും ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഏകാഗ്രത ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, ഇൻ്റലക്റ്റുമായിട്ടല്ല. ഏകാഗ്രത ഇല്ലെങ്കിലും ഇൻ്റലക്റ്റ് കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യും. പക്ഷേ ഏകാഗ്രത എന്ന് പറയുന്നത് അതിൻ്റെ ഫണ്ടമെൻ്റലാണ്. അത് വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇനിയുള്ള കാലത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് നമ്മളെ സഹായിക്കാൻ പോണത്. നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ ഇമോഷൻസ് നിൽക്കണം. അല്ലെങ്കിൽ അതുമായിട്ട് നമ്മളൊരു 60-70% അത് നമ്മുടെ കയ്യിൽ വേണം. ഇമോഷൻസ് മറ്റൊരാളുടെ കയ്യിലെ പാവയായിട്ടോ, മറ്റൊരാളുടെ അഭിപ്രായങ്ങളുടെ ഫുട്ബോളായിട്ടോ, മറ്റൊരാളുടെ കയ്യിൽ റിമോട്ട് കൺട്രോൾ കൊടുക്കുന്നത് പോലെയോ നമ്മൾ വീക്കായി പോകരുത്. നമ്മൾ അത്രയും റിയാക്ട് ചെയ്യരുത്. എപ്പോഴും റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റിമുലയുടെ അപ്പോൾ തന്നെ പ്രതികരിക്കുന്നു. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ രണ്ടാമത്തെ പ്രതികരണത്തിനാണ് റെസ്പോൺസ് എന്ന് പറയുന്നത്, ആദ്യത്തെ പ്രതികരണത്തിനല്ല. ഞാനിതിനൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സാമ്പിൾ ഓർമ്മ വരുന്നത് ഡെയിൽ കാർണജിയുടെ ലൈഫിൽ നിന്നുള്ളതാണ്. ഡെയിൽ കാർണജി ഒരു നല്ല ഒറേറ്ററാണ്, നല്ലൊരു പ്രസംഗകനാണ്. അദ്ദേഹം അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു നല്ല ചിന്തകനായിരുന്നു. അപ്പോൾ ഡെയിൽ കാർണജി ഒരു പ്രസംഗം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു. തുടർന്ന് അദ്ദേഹം സന്തോഷമായിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ തുറന്ന് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പരിചയമൊക്കെ ഉള്ള ഒരു ലേഡിയാണ് എഴുതിയിരിക്കുന്നത്. അവരും ഒരു സ്കോളറൊക്കെയാണ്. നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് എഴുതിയത്. ഡെയിൽ കാർണജിയുടെ പ്രസംഗത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ആ ലേഡി കത്തെഴുതിയിരുന്നത്. ഇത് വായിച്ച ഉടൻ തന്നെ ഡെയിൽ കാർണജിയുടെ ഈഗോ വ്രണപ്പെട്ടു. അദ്ദേഹം ഉടൻ തന്നെ പേപ്പറും പേനയും എടുത്തിട്ട് അതിരൂക്ഷമായ ഭാഷയിൽ ഇവർക്ക് മറുപടി എഴുതി തീർന്ന് ഒപ്പൊക്കെ വെച്ച് അത് പോസ്റ്റ് ചെയ്യണതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് എന്തോ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായി. മറ്റാരോ വന്ന് അദ്ദേഹത്തെ വിളിച്ച് അങ്ങനെ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഈ കത്ത് അവിടെ ഇരുന്നു, ആ മേശപ്പുറത്തിരുന്നു, അത് പോസ്റ്റ് ചെയ്തില്ല. അദ്ദേഹം മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഈ കത്ത് അവിടെ ഇരിക്കുന്നത് കണ്ട് അതെടുത്തു പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഞാനിങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ പോയി, ഇനിയുള്ളത് റെസ്പോൺസാണ് വരാൻ പോണത്, ഇനി അദ്ദേഹത്തിലെ ശരിക്കുള്ള റെസ്പോൺസാണ് വരാൻ പോണത്. അപ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കുമ്പോൾ ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ, മാത്രമല്ല എൻ്റെ ഒരു സ്റ്റാൻഡേർഡിന് ഇത് യോജിക്കുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്തു. പക്ഷെ സ്റ്റിൽ അത് കുറച്ച് ഒഫൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഒഫൻസീവ് ആയിട്ടുള്ള വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ അന്ന് രാത്രിയായി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് നാളെ പോസ്റ്റ് ചെയ്യാം.
ഇന്നിപ്പോൾ ഇത്രയും വൈകി, നാളെ പോസ്റ്റ് ചെയ്യുക, നാളെ രാവിലെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അത് മേശപ്പുറത്ത് വെച്ച് അദ്ദേഹം ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം തൻ്റെ റുട്ടീനൊക്കെ കഴിഞ്ഞ് ഈ കത്തെടുത്ത് ഒന്നും കൂടി വായിച്ചിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരിക്കൽ കൂടി കത്തെടുത്തു. വല്ല മിസ്റ്റേക്കുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ എല്ലാം ഉണ്ടോയെന്നറിയാൻ. മൂന്നാമത്തെ വായനയിൽ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ്. താൻ ഒരിക്കലും ആ സ്ത്രീയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവർ എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ചില ശരിക്കുള്ള പോയിന്റുകൾ തന്നെയാണ് അവർ പറഞ്ഞത്. എന്നെ ക്രിട്ടിസൈസ് ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷെ ആ ക്രിട്ടിസിസത്തിൽ ആത്മാർത്ഥതയുണ്ട്. അവർ പറഞ്ഞത് ശരിക്കുള്ള പോയിന്റുകൾ തന്നെയാണ്. അതിന് ഞാൻ ഇങ്ങനെ കയറി റിയാക്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. മാത്രമല്ല അവരൊരു നല്ല ലേഡിയാണ്, അവർ വളരെ ഒരു നല്ലൊരു സ്കോളറാണ്. അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം. അവരെനിക്ക് പണ്ടേ റെസ്പെക്റ്റ് ഉള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ അയാൾ എഴുതിയ മൂന്നാമത്തെ കത്ത് ശരിക്കും ഒരു സൗഹൃദ ലേഖനം പോലെയായിരുന്നു. പ്രണയലേഖനം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു നല്ല ഫ്രണ്ടിന് എങ്ങനെയാണോ നമ്മൾ കത്തെഴുതുന്നത് അതുപോലൊരു കത്താണ് അദ്ദേഹം എഴുതിയത്. ആ കത്ത് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ തമ്മിൽ ലൈഫ് ലോങ് നല്ലൊരു ബന്ധം ഉടലെടുത്തു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഇമോഷൻസ് ഈ 3 ടൈമിലും 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് ഒരു റെപ്റ്റീലിയൻ മനുഷ്യനാണ് അവിടെ ഉണ്ടായിരുന്നത്, ഒരു ലിസാർഡ് മനുഷ്യൻ അല്ലേ, ഒരു പ്രിമിറ്റീവ് ബ്രെയിനാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ തോൽപ്പിക്കുന്ന രീതിയിൽ മോശം വാക്കുകൾ ഉപയോഗിച്ച്, വളരെ ഒഫെൻസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് എഴുത്തെഴുതിയ ഒരാളുണ്ട്. അതിനുശേഷം അല്പം ഒന്ന് മയപ്പെടുത്തിയ ഒരാളുണ്ട്. അതിനുശേഷം സ്നേഹത്തോടു കൂടി ഓപ്പൺ ഹാർട്ടായിട്ട് എഴുതിയ ഒരു നല്ല കത്തെഴുതിയ ഒരു ശരിക്കുള്ള ഒരു ഡെയിൽ കാർണഗി അവിടെയുണ്ട്. അപ്പം 2 ഫിൽറ്ററുകൾ കഴിഞ്ഞിട്ടാണ് അയാളെ കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇമോഷൻസിനെ എത്ര തവണ ഫിൽറ്റർ ചെയ്താൽ എനിക്ക് എന്നെ കിട്ടും? ഇതാണ് ചോദ്യം. എത്ര തവണ ഞാൻ എന്നെ ഫിൽറ്റർ ചെയ്യണം എനിക്ക് എന്നെ കിട്ടണമെങ്കിൽ? എൻ്റെ ഇമോഷൻസ് എത്ര ഡീപ്പ് റൂട്ടഡ് ആണ്? ഇങ്ങനെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ ഇവിടെ ചേതൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു രീതി പഠിപ്പിച്ചു തരുവാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ടോ? നിങ്ങൾ എത്രത്തോളം ഇമോഷൻസിന് വശംവദനാണ്? ഇമോഷൻസ് നിങ്ങളെ എത്രത്തോളം അടക്കി ഭരിക്കുന്നുണ്ട്? അതറിയാൻ വേണ്ടി അദ്ദേഹം നമുക്കൊരു ആർക്കിടൈപ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് തരുന്നത്. ഇദ്ദേഹം നമുക്ക് 4 ആർക്കിടൈപ്സ് തരുവാണ്, 4 പ്രാക് രൂപങ്ങൾ. നമ്മുടെ ബ്രെയിനിൻ്റെ 4 പ്രാക് രൂപങ്ങളാണ് ഇദ്ദേഹം നമുക്ക് തരുന്നത്. അദ്ദേഹം പറയുന്നു, ഈ 4 എണ്ണം നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണ്, കറണ്ട് സ്റ്റേറ്റ് എന്താണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് ആ 4 സ്റ്റേറ്റുകൾ? ഒന്നാമത്തേത് 100% റാഷണൽ. ഇവിടെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് റാഷണൽ എന്നും ഇമോഷണൽ എന്നും ആയിരുന്നു ആ ബൈഫർക്കേഷൻ. അപ്പോൾ ആദ്യത്തെ ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ 100% റാഷണൽ. ഇങ്ങനെ ഒരു ആർക്കിടൈപ്പാണ് വന്നത്. എന്താണ് 100% റാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 100% റാഷണലായ മനുഷ്യർ വളരെ കുറവാണ്. പക്ഷേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളവരുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുക, ഈ 100% ഒക്കെ റാഷണൽ ആയാൽ എങ്ങനെയാ മനുഷ്യൻ ഒരു കാര്യം ജീവിക്കുക? അപ്പം ഇമോഷൻസ് ഇല്ലേ? അപ്പം അവർക്ക് ഈ പറയുന്ന ലിംബിക് കോർട്ടെക്സ് ഇല്ലേ എന്ന് ചോദിക്കുക. ലിംബിക് കോർട്ടെക്സ് ഉണ്ട്, പക്ഷെ ഇവരതിനെ ഗൗനിക്കുന്നില്ല. അതാണ് പ്രശ്നം. മനസ്സിലായി? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. പ്രധാനമായിട്ടും കുട്ടിക്കാലത്ത് പുരുഷന്മാരുടെ കൂടെ വളർന്നു വന്ന, വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പുരുഷന്മാരുടെ കൂടെ വളർന്നു വന്ന ഒരു കുട്ടി ഒരു 90, 95, 100% തന്നെ ചിലപ്പം റാഷണലായി പോകാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമ്മളെപ്പോഴും വൈകാരികമായ റിച്ച്നെസ് നമുക്ക് കിട്ടുന്നത് സ്ത്രീകളിൽ നിന്നാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ചില പുരുഷന്മാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പൊതുവെ സ്ത്രീകളിൽ നിന്നാണ് നമുക്ക് വൈകാരികമായിട്ടുള്ള റിച്ച്നെസ് നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ അല്ലാതെ 100% നമ്മൾ പുരുഷന്മാരുടെ ഇടയിൽ ജനിച്ച് വളരേണ്ടി വരുന്ന, അപ്പം ജയിലിലൊക്കെ വെച്ച് ഉണ്ടാകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പം സിംഗിൾ പേരന്റ് വളർത്തുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികളിൽ ഈ റാഷണൽ സൈഡ് 100% ആയിട്ടുള്ള കുട്ടികളുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന മനുഷ്യരുണ്ട്. കുറവാണ്, അവർ എണ്ണത്തിൽ കുറവാണ്, പക്ഷേ ഉണ്ട്. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ജീവിതത്തിൽ അച്ചീവേഴ്സ് ആയിരിക്കും. ഇവർ അച്ചീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ പണം, പദവി, ഇത്തരത്തിലുള്ള മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർ വളരെ എഫേർട്ട് ഇടും. മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ എഫേർട്ട് ഇടും.
അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതിയിലോട്ട് വരുമ്പോൾ ഇവർക്ക് ഇടറി തുടങ്ങും. കാര്യം ആ ഇമോഷൻസ് ഇവർക്ക് അധികം പരിചയമില്ല. ഇപ്പൊ സ്നേഹം, സൗന്ദര്യം, സത്യം എന്നുവെച്ചാൽ അബ്സല്യൂട്ട്, കേവല സത്യം, അബ്സല്യൂട്ട് ട്രൂത്ത്, സ്പിരിച്വാലിറ്റി, കൃതജ്ഞത, എ സെൻസ് ഓഫ് ജോയ്, എ സെൻസ് ഓഫ് വണ്ടർമെന്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഗതികളില്ലേ, നമ്മുടെ ലൈഫിനെ അങ്ങനെ മനോഹരമാക്കുന്ന കുറേ സംഗതികൾ. ഇത് ഓൾമോസ്റ്റ് അവർക്ക് അപ്രാപ്യമായിരിക്കും, ഓൾമോസ്റ്റ് അവർക്ക് ഒട്ടും റീച്ചബിൾ ആയിരിക്കില്ല. പകരം 100% റാഷണൽ ആയിട്ടുള്ളവർക്ക് എന്തുണ്ടാകും? വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള സമീപനമായിരിക്കും, വളരെ പ്രാക്ടിക്കലായിരിക്കും. പ്രാക്ടിക്കൽ അല്ലാത്ത ഒന്നിലും അവർ കൈവയ്ക്കില്ല, ഒന്നിനും നിന്ന് കൊടുക്കില്ല. ഈ പവർ ബാലൻസും പവർ ഇക്വേഷൻസും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അവർ ആ രീതിയിൽ മാത്രം പോകുന്നവരായിരിക്കും. ഇതാണ് 100% റാഷണൽ എന്ന് പറയുന്ന ആർക്കി ടൈപ്പ് നമ്മളോട് പറയുന്നത്. രണ്ടാമത്തെ ആർക്കി ടൈപ്പ് നമുക്ക് തരുന്നുണ്ട്. എന്താണത്? റാഷണലി ഡോമിനന്റ്. ഇതാണ് രണ്ടാമത്തെ ആർക്കി ടൈപ്പ്, റാഷണലി ഡോമിനന്റ്. അപ്പൊ റാഷണൽ സൈഡ് ഡോമിനന്റ് ആണ്, പ്ലസ് എന്തുണ്ട്? ഇമോഷണൽ ബ്രെയിനും ഉണ്ട്. റാഷണലി ഡോമിനന്റ് ഇമോഷണൽ ബ്രെയിൻ, ഇതാണ് സെക്കൻഡ് ആർക്കി ടൈപ്പ്. ചേതൻ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ടാർഗറ്റ് നിങ്ങൾ മുമ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ട് ഇത് സെറ്റ് ചെയ്യുക: ഞാൻ റാഷണലി ഡോമിനന്റ് ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് എടുക്കും. ഇങ്ങനൊരു ലക്ഷ്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വയ്ക്കാം. കാര്യം ഇതാണ് ആധുനിക ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാ ബെസ്റ്റ് ബ്രെയിനുകളും, ഈ ലോകത്തെ ഡിഫൈൻ ചെയ്ത എല്ലാ ബെസ്റ്റ് ബ്രെയിനുകളും, ഓൾമോസ്റ്റ് എല്ലാ ബെസ്റ്റ് ബ്രെയിനുകളും റാഷണലി ഡോമിനന്റ് ഇമോഷണൽ ബ്രെയിനുകളായിരുന്നു. ലോക നേതാക്കളായിട്ടുള്ളവരും സ്പിരിച്വൽ നേതാക്കളായിട്ടുള്ളവരും ലോകത്തെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളും ഒക്കെ, എല്ലാവരും ആണെന്ന് 100% പറയുന്നില്ല, അല്ലാത്തവർ ഒരുപാടുണ്ട്. എല്ലാ പ്രശസ്തരെയും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമ്മളെ ആഴത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ മനുഷ്യരുണ്ട്. അവരെല്ലാം റാഷണലി ഡോമിനന്റ് ഇമോഷണൽ ബ്രെയിൻ ഉള്ള മനുഷ്യരായിരുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇവർക്ക് ഇമോഷൻസ് നന്നായിട്ടുണ്ട്, നല്ല ഇമോഷൻ അനുഭവിക്കാൻ പറ്റുന്നവരാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇമോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്തൊക്കെയാണ് ശരിക്കും ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിയാമോ? റെപ്റ്റീലിയൻ ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ്. 3 ഓപ്ഷനാണ് അതിനുള്ളത്. ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീസ് ആയി പോവുക. അപരിചിതമായ ഒരു സന്ദർഭത്തിൽ എത്തിക്കഴിഞ്ഞാൽ, തൊട്ടു മുമ്പിൽ ഒരു ശത്രുവോ ഒരു അപകടമോ വന്നു കഴിഞ്ഞാൽ, ഒന്നുകിൽ അയാളെ അങ്ങോട്ട് കയറി ആക്രമിക്കുക, ഫൈറ്റ് ചെയ്യുക. മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ അവിടെ ഒരു വ്യത്യാസമില്ല. റെപ്റ്റീലിയൻ ബ്രെയിനെ സംബന്ധിച്ച് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങോട്ട് കയറി ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓടിപ്പോവുക, രക്ഷപ്പെടുക, ഫ്ലൈറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഫ്രീസ് ആയി പോവുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാണ്ട് നമ്മളുടെ കൈയും കാലും തളർന്നു പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ ആയി പോവുക. ഇതാണ് റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്രീസ് ആയി നിൽക്കാനും ഫൈറ്റ് ചെയ്യാനും ഫ്ലൈറ്റ് ചെയ്യാനും ഉള്ളതാണോ? ദേഷ്യപ്പെടാനുള്ളതാണോ? പൊട്ടിത്തെറിക്കാനുള്ളതാണോ? റിയാക്ട് ചെയ്യാനുള്ളതാണോ? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ക്രൂഡായിട്ടുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള അവസ്ഥയുണ്ട്. ഈ ഇമോഷൻസിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള അവസ്ഥ എന്താണ്? സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്, നിരുപാധികമായിട്ടുള്ള സ്നേഹം, കൃതജ്ഞത. ഈ ലോകത്തെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണത്. ഏറ്റവും ഫൈനായിട്ടുള്ള ഇമോഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൃതജ്ഞത. ഒരു മഹാത്മാവ് പറഞ്ഞത്, നിങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കുമ്പം കൃതജ്ഞതയുണ്ടാവണം, പുറത്തേക്ക് നോക്കുമ്പോൾ എന്തുണ്ടാകണം? എ സെൻസ് ഓഫ് വണ്ടർമെന്റ്, ആശ്ചര്യം ഉണ്ടാകണം. ഇങ്ങനെ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കണക്റ്റഡ് ആയി കഴിഞ്ഞു. അകത്തും കണക്റ്റഡ് ആയി, പുറത്തും കണക്റ്റഡ് ആയി. ഒരു എൻലൈറ്റൻഡ് മാസ്റ്ററുടെ വാക്കുകളാണ്. അകത്തേക്ക് നോക്കിയാൽ കൃതജ്ഞത, പുറത്തേക്ക് നോക്കിയാൽ ആശ്ചര്യം. അപ്പൊ ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഇതൊക്കെ ഇമോഷൻസിൽ നിന്നാണ് വരുന്നത്. ഇമോഷണൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ഏതല്ല ഈ കൃതജ്ഞതയും ആശ്ചര്യവും ഒക്കെ.
സ്നേഹം, ആദരവ്, ബിലോങ്ങിങ്. നമ്മൾ ഒരുപാട് തവണ ഒരുപാട് ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇമോഷണൽ ബ്രെയിനിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്, അത്രമാത്രം. ഇതിനെയൊക്കെ സബ്ലിമേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇപ്പം അസൂയ സബ്ലിമേറ്റ് ചെയ്താൽ എന്താവും? ജലസി എന്ന് പറഞ്ഞാൽ എനിക്കില്ലാത്ത കഴിവ് മറ്റൊരാളിൽ കാണുന്നതാണ് ജലസി. എനിക്കില്ലാത്തതും ഞാൻ ആഗ്രഹിക്കുന്നതുമായ ഗുണങ്ങൾ മറ്റൊരാളിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജീവനുള്ള ജീവിക്കുണ്ടാകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ജലസാണ്, അസൂയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിനെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്യണം. അസൂയ നമ്മുടെ റിയാക്ഷനാണ്. നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? അസൂയയെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്താൽ എന്തായി മാറും? ഇൻസ്പിറേഷനായി മാറും. എന്നെ ഒരാൾ ഇൻസ്പയർ ചെയ്താൽ ഞാൻ അസൂയ എന്നുള്ള വികാരത്തിനെ മറികടന്ന് അതിനെ റിഫൈൻ ചെയ്ത് അതിനെ സബ്ലിമേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഇപ്പം എൻ്റെ മേഖലയിൽ ഞാൻ നിൽക്കുന്ന മേഖലയിൽ വിജയിച്ച ഒരു മനുഷ്യനെ ഞാൻ മാതൃകയാക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അയാളാൽ ഇൻസ്പയർഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അയാളോട് എന്തില്ല? അസൂയയില്ല. അസൂയ തോന്നേണ്ട എല്ലാ കോണ്ടെക്സ്റ്റുകളും അവിടെയുണ്ട്, എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. പക്ഷെ എനിക്ക് എന്തില്ല? അസൂയയില്ല. പകരം എനിക്ക് എന്തുണ്ട്? ഇൻസ്പിറേഷൻ ഉണ്ട്. എനിക്ക് അയാളോട് കണക്ഷൻ ആയി കഴിഞ്ഞു, ഞാൻ ഇൻസ്പയർഡ് ആയി കഴിഞ്ഞു. ഇനി ആ മനുഷ്യന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കും, ആ മനുഷ്യന്റെ രീതികൾ ഞാൻ ശ്രദ്ധിക്കും. അതിൽ നിന്ന് എനിക്ക് ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് ആ കഴിവുകൾ ഒഴുകിയെത്തും. അസൂയ ഉണ്ടെങ്കിൽ അത് എത്തില്ല. അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അയാളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, അയാളെ ടാർണിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോന്നിനെയായിട്ട്, ഇപ്പം ഭയം, ഫിയറിനെ നമ്മൾ ട്രാൻസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഫിയറിനെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്യുക. ഫിയർ എന്ന് പറയുന്നത് ബേസിക് ഫംഗ്ഷൻ ആണ്. ഏതിന്റെ? നമ്മുടെ റെപ്റ്റീലിയൻ ബ്രെയിനിന്റെ ബേസിക് ഫംഗ്ഷൻ ഫിയർ ആണ്. ഫിയറിനെ നമ്മൾ സബ്ലിമേറ്റ് ചെയ്താൽ നമുക്ക് ഉണ്ടാകാവുന്ന എന്താണ്? സാഹസികത, അഡ്വഞ്ചറസ് ആകും നമ്മൾ. അഡ്വഞ്ചർ എന്ന് പറയുന്നത് പേടിയുടെ തന്നെ സബ്ലിമേഷൻ ആണത്. നമുക്ക് പേടിയുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നു. എന്താണ് സംഭവം? നമ്മുടെ ഉള്ളിൽ നമുക്ക് പേടിയുണ്ട്. ആ പേടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. പേടിയുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഈ മുകളിൽ നിന്നൊക്കെ ചാടുന്ന ചില ഗെയിംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും ഭയം ജനിപ്പിക്കുന്ന ഗെയിംസുകളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ അഡ്വഞ്ചറസ് ആയി മാറുകയാണ് ചെയ്യുക. ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ സട്ടിലാണ്, പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അസൂയയും ഇൻസ്പിറേഷനും, ഫിയറും അഡ്വഞ്ചറസ് ആവുകയും വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്കൊന്ന് സബ്ലിമേറ്റ് ചെയ്താൽ അത് നമുക്ക് ആവശ്യമുള്ളൊരു ഇമോഷനായി മാറും. എല്ലാ ഇമോഷൻസും ഇങ്ങനെയുണ്ട്. നിങ്ങളൊന്ന് എടുത്ത് ആലോചിച്ച് കണ്ടുപിടിക്കുക ഓരോരുത്തരും. അപ്പൊ പറഞ്ഞു വന്നത്, ഈ റാഷണലി ഡോമിനന്റ് ഇമോഷണൽ ബ്രെയിനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്, അതവിടെ വേണം. ജീവിതം ആസ്വദിക്കണമെങ്കിൽ അതവിടെ വേണം. നമുക്ക് സ്നേഹിക്കണം, നമുക്ക് കവിതകൾ വായിച്ച് ആനന്ദിക്കണം, നമുക്ക് ധ്യാനിക്കണം, നമുക്ക് ഷെയർ ചെയ്യണം, നമുക്ക് കെയർ ചെയ്യണം, അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിനൊരു സുഗന്ധം ഉണ്ടാകുന്നത്, ജീവിതത്തിലൊരു സംഗീതം ഉണ്ടാകുന്നത്, പൊയറ്റിക് ആകുന്നത്, എൻചാൻറ്റിങ് ആകുന്നത്. അതിന് നമുക്ക് ഇമോഷൻ വേണം. പക്ഷേ ഇമോഷൻസ് എന്ന് പറയുന്നതിനെ നമ്മൾ ഓവർഫ്ലോ ചെയ്ത് അങ്ങനെ അങ്ങ് വിട്ടാലോ നമ്മൾ തകർന്നു പോകും. ഒരു സംശയം വേണ്ട. ഇമോഷൻസിനെ അങ്ങനെ തന്നെ വിട്ടാൽ നമ്മൾ തകർന്നു പോകും. അവിടെയാണ് റാഷണലി ഡോമിനന്റ് ഇമോഷണൽ ബ്രെയിനിന്റെ പ്രസക്തി. അതായത് വിവേകം കൊണ്ട് വികാരത്തെ നിയന്ത്രിച്ച് ജീവിതത്തെ ആസ്വദിക്കാൻ പഠിക്കുക. ഇത് ഐഡിയൽ സ്റ്റേജ് ആണ് പറയുന്നത് കേട്ടോ. ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഐഡിയൽ സ്റ്റേജ്. അതാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ലക്ഷ്യമായിട്ട് മുമ്പിൽ വെക്കാൻ കൊള്ളാവുന്ന ഒരു സ്റ്റേജ് ഇതാണ്. നമ്മൾ ഇമോഷണലായിട്ട് തന്നെ ജീവിക്കും, സ്നേഹിച്ചും കൊടുത്തും കൊണ്ടും വാങ്ങിയും ഇടപഴകിയും. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു തുരുത്തായിട്ട് മാറി നിൽക്കില്ല, നമ്മൾ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കില്ല. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുതെങ്കിൽ ആരുമായിട്ട് ഇടപഴകരുത്, ഇത്തരത്തിലുള്ള ഒരു ചിന്തകളും നമ്മളെ തടയുന്നില്ല. നമ്മൾ ഇൻവോൾവ് ചെയ്ത് തന്നെ ജീവിക്കും. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യും? റാഷണൽ ആയിരിക്കും നമ്മൾ. ഓഷോ പറയുന്നത് പോലെ എ ലിറ്റിൽ ബിറ്റ് അവയർനെസ് ടു അവോയ്ഡ് എറേഴ്സ്, എ ലിറ്റിൽ ബിറ്റ് ഫൂളിഷ്നെസ് ടു എൻജോയ് ലൈഫ്. ഇതാണ് ഓഷോ പറയുന്നത്. നിങ്ങളൊരല്പം ഫൂളിഷ് ആവണം. കോൺഷ്യസ്ലി വില്ലിങ്ങിലി നിങ്ങൾ ഫൂളിഷ് ആവണം.
എന്തിനാണത്? ടു എൻജോയ് ലൈഫ്. അതർവൈസ് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ് റാഷണൽ ആണ്, കംപ്ലീറ്റ് ഇന്റലിജന്റ് ആണെങ്കിൽ നമുക്ക് ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, നമ്മളെ ആസ്വദിക്കില്ല. വി നീഡ് ലിറ്റിൽ ബിറ്റ് ഫൂളിഷ്നെസ് ടു എൻജോയ് ലൈഫ്. അതേസമയം അറ്റ് ദ സെയിം ടൈം വി നീഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻ്റലിജൻസ് ടു അവോയ്ഡ് എറേഴ്സ്. തെറ്റുകൾ ഒഴിവാക്കാൻ ഉള്ള ഒരു ഇൻ്റലിജൻസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് രണ്ടും മതി എന്നാണ് ഓഷോ പറയുന്നത്. അത് വേറൊന്നുമല്ല, ഇത് തന്നെയാണ് വേറെ രീതിയിൽ പറഞ്ഞത്. ഈ റാഷണൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ബ്രെയിനിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമുക്ക് മുമ്പിൽ വെക്കാനുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഇതായിരിക്കട്ടെ എന്ന് ചേതൻ പറയുന്നു. ചേതൻ നമുക്ക് മൂന്നാമത്തെ ആർക്കിടൈപ്പിനെ പരിചയപ്പെടുത്തുന്നു. എന്തായിരിക്കും അത്? ഇമോഷണലി ഡോമിനന്റ് റാഷണൽ ബ്രെയിൻ. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, ഇമോഷണലി ഡോമിനന്റ് റാഷണൽ ബ്രെയിൻ. എന്താണ് ഇമോഷണലി ഡോമിനന്റ് റാഷണൽ ബ്രെയിനിന്റെ ഫങ്ഷൻ? എങ്ങനെയായിരിക്കും? ഇമോഷണലി ഡോമിനന്റ് റാഷണൽ ബ്രെയിനിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ കാര്യവും അറിയാം. നമ്മൾ ഇൻ്റലിജൻ്റ് ആണ്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോസ് കണ്ട് നോട്ട് എഴുതി എടുത്തിട്ടുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ഫുഡാണെങ്കിൽ എന്തൊക്കെ കഴിക്കണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, എന്തിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, എപ്പോൾ ഉറങ്ങണം എപ്പോൾ എഴുന്നേൽക്കണം എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് നമ്മുടെ അറിവിൽ നമ്മൾ തികഞ്ഞിരിക്കും. കാര്യം നമ്മൾ റാഷണലാണ് അവിടെ. ഇതിലൊരു 10% പോലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും എൻ്റെ അറിവും രണ്ടായിട്ടിരിക്കും അവിടെ. അങ്ങനെ അങ്ങിരിക്കും, മരണം വരെ അങ്ങനെ ഇരിക്കും. അതിന് പറയുന്ന പേരാണ് ഇമോഷണലി ഡോമിനന്റ് റാഷണൽ ബ്രെയിൻ. എന്നെപ്പോലെ അറിവുള്ള ഒരാളുണ്ടാവില്ല. ഏത് വിഷയം എടുത്താലും, ആരോഗ്യ സംബന്ധമായാലും മറ്റ് ഏരിയാസ് ആയാലും, ഒരു മനുഷ്യന് വേണ്ട എല്ലാ ഏരിയകളിലും എനിക്ക് നല്ല അറിവുണ്ടായിരിക്കും. പക്ഷേ ഇത് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാനോ പ്രസംഗിക്കാനോ എഴുതാനോ അല്ലാതെ ഇതിലൊരു 10% പോലും എനിക്ക് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ ഞാനൊരു ടോട്ടൽ പരാജയമായിരിക്കും. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇമോഷണലി ഡോമിനൻ്റ് ആണ്. ഇമോഷണലി ഡോമിനൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറിവ് ഉപകാരപ്പെടാതെ പോകും. നമ്മുടെ അറിവിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നൊരു സംഗതി നമുക്ക് പറ്റില്ല. ഇമോഷണലി ഡോമിനൻ്റ് ആയ മനുഷ്യർക്ക് ഡിസിപ്ലിൻ പറഞ്ഞിട്ടേ ഇല്ല. ഇത് എക്കാലത്തേക്കുള്ള ആർക്കിടൈപ്പുകളല്ല, നിങ്ങൾക്ക് ഇതിനെ റീവയർ ചെയ്യാൻ കേട്ടോ. അല്ലാണ്ട് ഇത് ഞാൻ ഒരിക്കലും റീവയർ ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ഉള്ള അവസ്ഥ കണ്ടുപിടിക്കുക, വേണ്ട മാറ്റങ്ങൾ വരുത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് ഇമോഷണലി ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്. എല്ലാ അറിവുകളും ഉണ്ടായിരിക്കും. പുറമേക്ക് ഇവർ രണ്ടുപേരും ഒരേപോലെ തോന്നിക്കും കേട്ടോ. റാഷണലി ഡോമിനൻ്റ് ആയിട്ടുള്ള മനുഷ്യനും ഇമോഷണലി ഡോമിനൻ്റ് ആയ മനുഷ്യനും അറിവിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഈക്വലായിട്ട് തോന്നിക്കും. അറിവ് മാത്രം, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ രണ്ടുപേരും തമ്മിൽ നല്ല വ്യത്യാസം കാണും. ഒരു സാമ്യം ഉണ്ടാവില്ല. അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ കഴിക്കരുതെന്നറിയാം, പക്ഷെ നമ്മളത് മുമ്പിൽ വന്നാൽ കഴിച്ചു പോകും. മുമ്പിൽ വന്നപ്പോൾ ഞാനെല്ലാം മറന്നുപോയി, കഴിച്ചു പോയി എന്ന് പറയും. രാവിലെ എഴുന്നേൽക്കണമെന്നറിയാം, പക്ഷെ നമ്മൾ എഴുന്നേൽക്കില്ല. എക്സർസൈസ് ചെയ്യണമെന്നറിയാം, ചെയ്യില്ല. പഠിക്കണം എന്നറിയാം, പഠിക്കില്ല. ബുക്ക് വായിക്കണം എന്നറിയാം, വായിക്കില്ല. ആ കാര്യങ്ങൾ ചെയ്യണമെന്നറിയാം, ചെയ്യില്ല. ഇതാണ് ഇമോഷണലി എംഡോംസ് എന്ന് അദ്ദേഹം പറയുന്നത്. ഇമോഷണലി ഡോമിനൻ്റ് എംഡോംസ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു പോയിന്റ് കൂടെ കേൾക്കുക. ഈ ലോകത്ത് 80%-ലധികം മനുഷ്യരും എംഡോംസ് ആണ്. ഈ ലോകത്ത് 80%, മോർ ദാൻ 80% മനുഷ്യരും എംഡോംസ് ആണ്. അതായത് അറിവ് ധാരാളമുള്ള മനുഷ്യരാണ്, പക്ഷേ എംഡോംസ് ആണ്, ഇമോഷണലി ഡോമിനൻ്റ് ആണ്. അതുകൊണ്ട് അറിവ് കൊണ്ട് യാതൊരു കാര്യമില്ല, അറിവ് അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ചിന്തകളേക്കാൾ, നിങ്ങളുടെ പ്രസംഗങ്ങളേക്കാൾ, നിങ്ങളുടെ എഴുത്തുകളേക്കാൾ നിങ്ങളുടെ റിയാക്ഷനെ ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തു, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങൾ ആ മറഞ്ഞിരിക്കുന്ന, പുറമേക്കുള്ള അറിവുകൾക്ക് പുറകിൽ മറിഞ്ഞിരിക്കുന്ന നിങ്ങൾ ആ റിയാക്ഷനാണ്. ആ റിയാക്ഷൻ, അയാളെ ശ്രദ്ധിച്ചോളുക.
അയാളാണ് മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വീക്ക് ആയിട്ടുള്ള മനുഷ്യൻ അതാണ്. ആ വീക്ക് മനുഷ്യനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇനി ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തെ ആർക്കി ടൈപ്പ് എന്ന് പറയുന്നത് 100% ഇമോഷണൽ. 100% ഇമോഷണൽ. ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ അവരുണ്ടാക്കുന്ന ദ്രോഹം ചെറുതല്ല. അവരാണ് ഈ ലോകത്ത് എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങൾക്കുമുള്ള സപ്പോർട്ട് ഇവരിൽ നിന്നാണ് കിട്ടുന്നത്. ലോകത്തെ തീവ്രവാദ ഗ്രൂപ്പുകളും ലോകത്തെ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ഗ്രൂപ്പുകളും എല്ലാം അവരുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 100% ഇമോഷണലായ മനുഷ്യരാണ്. മതം തലയ്ക്ക് പിടിച്ച കുറേ ആൾക്കാരില്ലേ, എന്തിനും തയ്യാറായി നടക്കുന്ന, അങ്ങനെയുള്ളവരൊക്കെ ഈ ഇമോഷണൽ 100% ഇമോഷണൽ. അവർക്ക് വേറെ ഒന്നും വർക്കാവില്ല. കുറച്ച് പേരേ ഉള്ളൂ, പക്ഷെ ആ കുറച്ച് പേരെ കൊണ്ട് ലോകത്തിന് നല്ല ദോഷം ഉണ്ടാവും. കാര്യം അവർ ചിന്തിക്കുകയില്ല, കോൺസിക്വൻസ് അവർക്ക് വരും വരായകൾക്ക് ഒരു പേടിയേ ഇല്ല. അതാണൊരു പ്രശ്നം. കാര്യം പേടിക്കാൻ കുറച്ച് ബുദ്ധി വേണം. ഞങ്ങൾക്ക് ഒന്നിനെയും പേടിയില്ല, ഞങ്ങൾക്ക് തോക്കുകളെ ഭയമില്ല എന്നൊക്കെ പറയും. അത് പേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബോധം വേണം. ഒരു ബോധം ഇല്ലെങ്കിൽ പേടി ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. പേടിയില്ലാത്ത മനുഷ്യരെ നമ്മൾ പേടിക്കണം. അവരാണ് ഈ ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോണത്. അവര് ഈ അണുബോംബ് കിട്ടിയാൽ എടുത്തിട്ട് പൊട്ടിക്കും. ഇപ്പൊ അണുബോംബ് എത്രയോ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്, സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് 100 കണക്കിന് അണുബോംബുകൾ എല്ലാ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. എല്ലായിടത്തില്ലെങ്കിലും മിക്ക രാജ്യങ്ങളുടെ കയ്യിലും ഉണ്ട്. എന്താ ഒന്നുപോലും എവിടെയും പൊട്ടാത്തത്? പൊട്ടിയാൽ ഒരിടത്തായിട്ട് അത് പൊട്ടില്ല. പൊട്ടുമ്പോൾ മാലപ്പടക്കം പോലെ അത് പൊട്ടുള്ളൂ. പൊട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ അത് വീണ്ടും വിചാരം, ആ റാഷണൽ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യും. ആരും ജയിക്കാത്ത ഒരു കളിയാണത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. 1962 സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ മിസൈൽ, ലോങ് റേഞ്ച് മിസൈൽ ക്യൂബയിൽ കൊണ്ടുപോയി വെച്ചു. ക്യൂബ ഇവരുടെ സഖ്യരാജ്യമാണ് സോവിയറ്റ് യൂണിയന്റെ. ക്യൂബയിൽ കൊണ്ട് മിസൈൽ വെച്ചപ്പോൾ അമേരിക്ക അത് വലിയ ഇഷ്യൂ ആക്കി. കാര്യം ഞങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ മിസൈൽ കൊണ്ട് വെച്ചു, എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊള്ളണം. സോവിയറ്റ് യൂണിയന്റെ ഒരു മിസൈലും ക്യൂബയിൽ വെക്കാൻ സാധിക്കില്ല. ക്യൂബയും അമേരിക്കയായിട്ട് നല്ല ബന്ധമൊന്നുമില്ല, പക്ഷെ ക്യൂബയിൽ മിസൈൽ വെച്ചിട്ട് ഇവിടെ ആരും സ്വസ്ഥമായിട്ടിരിക്കില്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയൻ പറഞ്ഞു, നിങ്ങൾ അതിനകത്ത് അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, അത് ഞങ്ങളും ഞങ്ങളുടെ സഖ്യരാജ്യമായ ക്യൂബയും തമ്മിലുള്ള ഒരു വിഷയമാണ്, നിങ്ങൾ എന്തിനാണ് അതിനകത്ത് കയറി ഇടപെടുന്നത്? പറഞ്ഞു, ഞങ്ങളുടെ സുരക്ഷിതത്വത്തെ ഇത് ബാധിക്കും. ഞങ്ങളുടെ വെളിപ്പാട് അകലെയാണ് ക്യൂബ. ക്യൂബയിൽ നിങ്ങൾ മിസൈൽ കൊണ്ടുവച്ച പിന്നെ ഞങ്ങൾ എന്ത് ധൈര്യത്തിൽ അവിടെ കിടന്നുറങ്ങുന്നത്? അങ്ങനെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കൊടുമ്പിരി കൊണ്ട് അവസാനം ആ സമയത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ യുദ്ധത്തിന്റെ വക്കിലെത്തി. ഏത് നിമിഷവും യുദ്ധം തുടങ്ങാം. ഏതാണ്ട് അമേരിക്കയുടെ എല്ലാ വിമാനങ്ങളും ആകാശത്തായിരുന്നു. അമേരിക്കയുടെ ഒരു വിമാനവും ലാൻഡ് ചെയ്തിട്ടില്ല. ആയിരക്കണക്കിന് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തിട്ടില്ല, ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുക. കാര്യം ഇവര് താഴെ ബോംബ് വിട്ടാലും തിരിച്ച് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കേണ്ടത് ഈ ആയിരക്കണക്കിന് യുദ്ധവിമാനങ്ങളാണ്. അതുകൊണ്ട് അവർ ലാൻഡ് ചെയ്യാണ്ട് പറന്നുകൊണ്ടേയിരിക്കുക. ഇവർ ലാൻഡ് ചെയ്താൽ അടുത്ത 1000 വിമാനം പൊങ്ങും. അങ്ങനത്തെ ഒരു എമർജൻസി ഉണ്ടായി, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അത് പലപ്പോഴും അവരുടെ സമാധാന ചർച്ചകളൊക്കെ വന്നതിന് ശേഷമാണ് അതൊന്ന് കെട്ടടങ്ങിയത്. പക്ഷെ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. സൂപ്പർ കമ്പ്യൂട്ടർ. അന്ന് സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പൊ ഈ സൂപ്പർ കമ്പ്യൂട്ടറിൽ അമേരിക്കയുടെയും റഷ്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും ശാസ്ത്രജ്ഞന്മാർ ഒരു ചോദ്യം ചോദിച്ചു. സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേറ്റാസ് അനലൈസ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പൂർവ്വ രൂപം എന്ന് വേണേൽ പറയാം. ലക്ഷക്കണക്കിന് സാധ്യതകൾ അനലൈസ് ചെയ്ത് അതിൽ നിന്നൊരു നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നതായിരുന്നു അന്നത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളുടെയും ശാസ്ത്രജ്ഞന്മാര് സൂപ്പർ കമ്പ്യൂട്ടറിനോട് ഈ ചോദ്യം ചോദിച്ചു. സോവിയറ്റ് യൂണിയൻ ചോദിച്ചു, അമേരിക്കയെ തോൽപ്പിക്കാൻ എന്ത് വേണം? അമേരിക്ക ചോദിച്ചു, സോവിയറ്റ് യൂണിയനെ ന്യൂക്ലിയർ വാറിൽ തോൽപ്പിക്കാൻ എന്ത് വേണം? രണ്ടുപേരും ഒരേ ചോദ്യം ചോദിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ എന്ത് വേണം? രണ്ടുപേരുടെയും സൂപ്പർ കമ്പ്യൂട്ടർ അവർ പാരിറ്റി ഉണ്ടായിരുന്നു. രണ്ടും നല്ല സൂപ്പർ കമ്പ്യൂട്ടറുകളായിരുന്നു. രണ്ടുപേരും ഏറെക്കുറെ സമാനമായ മറുപടിയാണ് കൊടുത്തത്. കമ്പ്യൂട്ടർ കൊടുത്ത മറുപടി എന്താന്ന് കേൾക്കണ്ടേ? കമ്പ്യൂട്ടർ ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധം ജയിക്കാൻ എന്ത് വേണമെന്നല്ലേ ചോദിച്ചത്.
അതെ, ഞങ്ങൾക്ക് സോവിയറ്റ് യൂണിയനായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? യുദ്ധം ചെയ്യാതിരിക്കുക. ഇതായിരുന്നു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ മറുപടി. യുദ്ധം ചെയ്യാതിരുന്നാൽ നിങ്ങൾ ജയിച്ചു. അങ്ങേയറ്റം വിസ്ഡമായിരുന്നു ആ കേട്ടത്. നിങ്ങൾ ഈ യുദ്ധം ന്യൂക്ലിയർ മിസൈൽ വെച്ച് നിങ്ങൾ യുദ്ധം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വിജയിക്കണം. നിങ്ങൾക്ക് രണ്ട് ക്രൈറ്റീരിയ നിങ്ങൾ പറഞ്ഞത്. ന്യൂക്ലിയർ മിസൈൽ വെച്ച് യുദ്ധം ചെയ്യണം, യുദ്ധം ജയിക്കണം. അതിനൊറ്റ പോംവഴിയേ ഉള്ളൂ, യുദ്ധം ചെയ്യാതിരിക്കുക, നിങ്ങൾ വിജയിച്ചു. വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? സമാധാനമായിട്ട് ജീവിക്കണം, കച്ചവടം ചെയ്ത് ജീവിക്കണം, ട്രേഡ് ചെയ്യണം, മനുഷ്യർക്ക് പുരോഗതി ഉണ്ടാകണം, എല്ലാ മനുഷ്യരും സന്തോഷമായിട്ട് ജീവിക്കണം, കലയും സാംസ്കാരികവും സാഹിത്യവും വളരണം, അല്ലേ? മനുഷ്യർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ വളരണം. ഇതൊക്കെയല്ലേ നിങ്ങൾ വിജയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്യാതിരുന്നാൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഉത്തരം കിട്ടിയതോടുകൂടിയാണ് ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള സമരം ശീത സമരമായി മാറി. അതായത് നേരിട്ട് ഒരിക്കലും ഒരു യുദ്ധം ചെയ്യില്ല എന്നുള്ള ഉറപ്പാണ്. നേരിട്ട് അമേരിക്കയും റഷ്യയും ഒരിക്കലും ഏറ്റുമുട്ടില്ല, കാര്യം രണ്ടുപേർക്കും അറിയാം. പിന്നെയുള്ളത് ശീതസമരം. ശീതസമരം എന്ന് പറഞ്ഞാൽ ചെസ്സിൽ, പിന്നെയുള്ള മത്സരമൊക്കെ വേറെ. ചെസ്സിലും ഫുട്ബോളില് സ്പേസ് റേസിൽ ഒക്കെയായി അവരുടെ മത്സരം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ 100% ഇമോഷണൽ മൈൻഡിനെ കുറിച്ചാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ്, റഷ്യയുടെയോ അമേരിക്കയുടെയോ ഏതെങ്കിലും ഒരു ഗെയിം പ്ലാനർ അല്ലെങ്കിൽ ഒരു കൂട്ടം ഗെയിം പ്ലാനേഴ്സ് 100% ഇമോഷണൽ ആയാലോ? 100% ഇമോഷണൽ ആവില്ല ആരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്നറിയോ? അവർക്ക് പേടി ഉണ്ടാവില്ല, വരും വരായികളെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല. അവരിത് തുടങ്ങി വെക്കും. തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കാൻ പറ്റില്ല. തുടങ്ങി വെക്കുന്നവർക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല. അതാണ് ഈ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള 4 ആർക്കിടൈപ്പുകളാണ് ഇവിടെ ചേതൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഏതാണെന്ന് സ്വയം അനലൈസ് ചെയ്യുക. ഇതിലെവിടെ നിൽക്കുന്നു? ഇത് 4 ആർക്കിടൈപ്പുകൾ മാത്രമാണ്. ഇതിനിടയ്ക്ക് ഷെയ്ഡ്സ് ഇല്ല എന്ന് പറയുന്നില്ല. 100% ഡോമിനന്റ് ഇങ്ങനെ 2 പറയുമ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ചിലപ്പോൾ 50-50 ആയിരിക്കാം. 50% റാഷണലും 50% ഇമോഷണലും ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടാവാം. 60-40 ആവാം, 70-30 ആവാം, 45-55 ആവാം. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുക. സ്വയം അനലൈസ് ചെയ്ത് ഇതിലേതാണ് നിങ്ങളെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇതിൽ ഇമോഷണൽ അല്ലെങ്കിൽ റാഷണലി ഡോമിനന്റ് ആണ് നിങ്ങളെങ്കിൽ അത് വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. ഈ ലോകത്ത് ബിൽറ്റിൻ എന്ന് പറയുന്നത് ഇമോഷണലി ഡോമിനന്റ് ആണ്. ബിൽറ്റിൻ എന്ന് പറയുന്നത് ഇമോഷണലി ഡോമിനന്റും ഐഡിയൽ എന്ന് പറയുന്നത് റാഷണലി ഡോമിനന്റും ആണ്. അദ്ദേഹം തരുന്ന ഇൻഫർമേഷൻ ഇതാണ്. ഇനി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാം, നിങ്ങളെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാം. അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഉപകരണമല്ലാതെ എന്താണത്? ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ പറ്റും. നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ എഫേർട്ട് ഇട്ട് ശീലങ്ങളിലൂടെ, കൺസിസ്റ്റൻസിയിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് റാഷണലി ഡോമിനൻ്റ് ആവണമെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ടാസ്ക് എടുക്കുക. നല്ലൊരു പോയിന്റാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ടാസ്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. എങ്ങനെയുള്ള ടാസ്ക് ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഹാർഡ് ഫോർ യു. അത് നിങ്ങൾക്ക് ഹാർഡായിരിക്കണം. എളുപ്പമുള്ള ടാസ്ക് അല്ല, കുറച്ച് ഹാർഡ്, അറ്റ് ദ സെയിം ടൈം സ്റ്റിൽ ഡൂവബിൾ ആയിരിക്കണം. ചെയ്യാവുന്നതും എന്നാൽ ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള ഒരു ടാസ്ക് എടുക്കുക. പലർക്കും പലതായിരിക്കും ആ ടാസ്ക്. ചിലർക്ക് എക്സർസൈസ് ചെയ്യുന്നത് ഡൂവബിൾ ആയിരിക്കും, പക്ഷേ ഹാർഡായിരിക്കും. ചിലർക്ക് ദീർഘനേരം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ഹാർഡായിരിക്കും, പക്ഷെ ഡൂവബിൾ ആയിരിക്കും. ചിലർക്ക് ഷുഗർ കട്ട് ഹാർഡായിരിക്കും, പക്ഷെ ഡൂവബിൾ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. നമ്മൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് എടുക്കുക, നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം. ആ ടാസ്ക് 5 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, തുടർച്ചയായിട്ട്. ഇപ്പോൾ ഷുഗർ കട്ടാണെങ്കിൽ 5 ദിവസം ഷുഗർ കട്ട് ചെയ്യുക,
അതിനകത്ത് പിന്നെ ഒരു കോംപ്രമൈസും ചെയ്യരുത്. 5 ദിവസം നിങ്ങൾ പറഞ്ഞുകൊണ്ട് പേനയും പേപ്പറും എടുക്കുക. അത് ആദ്യം പറഞ്ഞത്. പേനയും പേപ്പറും എടുത്ത് എഴുതി തുടങ്ങണം. എഴുതിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പേനയും പേപ്പറും എടുത്ത് എഴുതിക്കൊണ്ട് ഈ ടാസ്ക് ആരംഭിച്ച് ഓരോ ദിവസവും അത് നോട്ട് ചെയ്ത് 5 ദിവസം ഷുഗർ കട്ട് ചെയ്യുക. 5ാമത്തെ ദിവസം നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ടൈമാണ്. നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു അച്ചീവറാണ് എന്ന് ധൈര്യമായിട്ട് പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ അച്ചീവ്മെന്റ് ലോകത്തിൽ ആരും ശ്രദ്ധിച്ചോളണമെന്നില്ല. ഇതിന്റെ പേരിൽ നിങ്ങളെ ആരും പ്രശംസിക്കണമെന്നോ റിവാർഡ് തരണമെന്നോ. പക്ഷെ ഇതൊരു ഗംഭീര അച്ചീവ്മെന്റ് ആണ് ഞാൻ ചെയ്തത്. എനിക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം 5 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്തു. 5 ദിവസം ചെയ്തു. ഞാൻ എന്നെ പ്രശംസിച്ചിരിക്കണം. 1 മിനിറ്റ് മതി. 1 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ പ്രശംസിക്കണം. നമ്മുടെ കണ്ണിൽ നോക്കി വേറൊരാളെ നമ്മൾ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമോ അതുപോലെ ചെയ്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അടുത്ത 5 ദിവസത്തേക്ക് ആ ടാസ്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യണം. അടുത്ത 5 ദിവസം അത് ചെയ്യുക. 5 ദിവസം കഴിഞ്ഞ് അപ്പോഴൊക്കെ അതിൻ്റെ പ്രോഗ്രസ് എഴുതി വെച്ചോണം. 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും കണ്ണാടിയുടെ മുമ്പിൽ പോവുക, അച്ചീവ് ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്യുക. ദെൻ റിപ്പീറ്റ്. അങ്ങനെ ഒരു 20-25 ഡേയ്സ് നമ്മളിത് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളുടെ ബ്രെയിൻ പതുക്കെ റീവയർ ചെയ്ത് തുടങ്ങും. 21 ഡേയ്സ് ആണ് സാധാരണ അല്ലേ ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടത്. 5 തവണയൊക്കെ ആകുമ്പോൾ 5 തവണ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചേതൻ പറയുന്നു ഉറപ്പായിട്ടും, ചേതൻ ചെയ്ത് പരിശീലിച്ച കാര്യങ്ങളായി പറയുന്നത്, ചേതൻ പറയുന്നു ഉറപ്പായിട്ടും നിങ്ങളുടെ ബ്രെയിൻ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവും, ന്യൂറോപ്ലാസ്റ്റിസിറ്റി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതിനെക്കുറിച്ച്. ഇന്ന് നമുക്ക് ഒരു പോയിന്റും കൂടെ ഡിസ്കസ് ചെയ്യാം. ഒരു ചെറിയ പോയിന്റ്, വലിയൊരു പോയിന്റ് അല്ലെങ്കിൽ പോലും ഒരു ചെറിയ പോയിന്റും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ സമയം ഏകദേശം എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ദെൻ നമ്മൾ ആദ്യം ഈ ഒരു ഇപ്പം പഠിച്ച കാര്യം നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോട്ടെ. നമ്മളിന്ന് 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഫിറ്റ്നസിനെ കുറിച്ച് കുറച്ച് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മളിന്ന് മാസ്റ്റർ യുവർ ഇമോഷൻസ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത പോയിന്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ പരിചയപ്പെടാം, അല്ലെങ്കിൽ അത് ഓവർ ഇൻഫോംഡ് ആയി പോകും. മാത്രമല്ല നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റും പോകും. അപ്പോൾ ഈ ഒരു ഇമോഷൻസിനെ നിങ്ങൾ ഗൗരവമായിട്ട് ഫോക്കസ് ചെയ്യുക. ഉറപ്പാണ്, ചേതൻ പറയുന്നു നിങ്ങൾ ഫിറ്റ്നസ് ശ്രദ്ധിച്ചു, അടുത്തതായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമോഷൻസിനെ ട്രെയിൻ ചെയ്തെടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ വളരെ ക്രൂഡായിട്ടുള്ള ഒരു കുരങ്ങ് മനുഷ്യനുണ്ട്. ആ കുരങ്ങ് മനുഷ്യനെ ട്രെയിൻ ചെയ്തെടുത്ത് ഒരു മനുഷ്യനാക്കി എടുക്കുക. ഇപ്പോൾ ഒരു കുരങ്ങനാണുള്ളത്, ഇനി അതിനെ ട്രെയിൻ ചെയ്യുക. ട്രെയിനിങ് കൊടുത്താൽ അത് നല്ലൊരു മനുഷ്യനായി തീരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് മനോഹരമായി ജീവിക്കാൻ പറ്റും. ഇമോഷൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ദ കിങ്. അദ്ദേഹം പറയും നിങ്ങൾ ജയിച്ചു. ആരോഗ്യമുള്ളൊരു ശരീരവും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഇമോഷൻസും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെ നേടിക്കഴിഞ്ഞു. ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ചങ്ക് ഓഫ് ലൈഫ് നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. ബാക്കിയൊക്കെ അതിനെ പിന്തുടർന്ന് വരുന്നതാണ്. ഇത് രണ്ടും ഫണ്ടമെൻ്റലാണ്, ഇത് രണ്ടും ബേസിക്കാണ്. ആരോഗ്യവും നമ്മുടെ ഇമോഷൻസും, ഇത് രണ്ടും നമ്മളെ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ ഫുൾ ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ ആണിത്. ആരോഗ്യം നമ്മൾ പറയുന്നിടത്ത് നിൽക്കും, ഇമോഷൻസും നമ്മൾ പറയുന്നിടത്ത് നിൽക്കും. പക്ഷെ അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ശ്രമിക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രമിക്കണം, ശാസ്ത്രീയമായിട്ടുള്ള രീതികളിലൂടെ പരിശീലിക്കണം. അങ്ങനെ പരിശീലിച്ചാൽ ഇത് രണ്ടും നമ്മുടെ ഫൗണ്ടേഷനായി മാറും, അടിത്തറയായി മാറും. ആ അടിത്തറയ്ക്ക് മുകളിൽ നമ്മൾ നല്ലൊരു ലൈഫ് കെട്ടിപ്പൊക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ബാക്കി പോയിന്റുകൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഹലോ, പറയും മോളെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ